ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പ്രദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കുറിച്ച് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു 35,000 രൂപ ആരോ പറ്റിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞൊരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ട് 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ പൈസ പറ്റിച്ചുകൊണ്ട് പോയത് ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇയാൾ തട്ടിപ്പുകാരനാണ്. ഇയാളെ വോയിസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കേൾപ്പിച്ചു തരാം. ഇത് നമ്മൾ കച്ചവടം ചെയ്ത പൈസ അല്ലാതെ നമ്മളേതോ 35,000 മേടിച്ചിട്ട് നമ്മൾ ഇതുവരെ മിണ്ടായിരിക്കല്ലേ. മറ്റേവനാ ഇത് കച്ചവടം എന്ന് പറയാനാണ്. അത് അവന്മാർക്ക് മനസ്സിലാവും കറങ്ങി ഇതായതാണെന്നേ. മനസ്സിലായി കഴിഞ്ഞാൽ അവന്മാർ തിരിച്ചു വരും. എന്തായാലും തിരിച്ചു വരുന്നത് അതൊന്നും ആലോചിച്ചോണ്ടൊന്നും ആരും ഇരിക്കില്ല. അതൊക്കെ പോയത് തന്നെ പറയാൻ പറ്റത്തില്ല. ചിലപ്പം കറങ്ങി തിരിഞ്ഞു വരും. മനസ്സിലായില്ലേ? കാരണേ 10 രൂപ കൂടാതെ ഇല്ലേ ഈ കാക്കയൊക്കെ അല്ലാതെ പൈസ മേടിച്ചിട്ടുണ്ട് ഇയാളെ കയ്യിന്നേ. 10-15 കൊണ്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇയാൾ കമ്പനി ഇറക്കണമെന്നും പറഞ്ഞ് എന്നെ കുണ്ടറ വിളിച്ചുകൊണ്ട് പോയില്ലേ, അതിലും ഇയാൾ 2.5 ലക്ഷം രൂപ ആൾക്കാരെ ഒന്ന് മുക്കി. ഈ കാക്കയും മറ്റേവനും കൂടെ. അങ്ങനെ എല്ലാം കൂടെ നല്ലൊരു പൈസ ഇവന്മാര് മുക്കി ആ സാധനം വെച്ചിട്ട്. അത് പിന്നെ എന്തരായ എന്തോ അറിഞ്ഞു കഴിഞ്ഞാൽ അവന്മാര് തിരിച്ചു വരുവണ്ണ. കാരണം 10 രൂപ കളിച്ച കാര്യമൊന്നുമല്ല. അവന്മാര് ഇതേ ഇവന്മാര് മറ്റേ പുള്ളിയെ വിശ്വസിച്ചിരിക്കുകയാണ്. ഇയാള് വരുമെന്നും വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. മനസ്സിലായ? അപ്പോഴത്തേക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടൈറ്റ് ആവത്തില്ലേ? ടൈറ്റ് ആവുന്ന സമയത്താണെന്ന് തോന്നുന്നു ഓർമ്മ വരുന്നത്. ഓർമ്മ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും. അറിയാൻ വയ്യ, നോക്കാൻ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. 10 രൂപ പോയത് കുഴപ്പമില്ല, 35,000 രൂപ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 രൂപ പോയത് തന്നെ എന്നാണ് പറയുന്നത്. ഉള്ളവൻ്റെ പൈസയല്ലേ. 35,000 രൂപയാണ് വിഷയം. പുള്ളി കച്ചവടമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു വിലയില്ലാത്ത സാധനം ഇതേ കണക്ക് കറങ്ങി മുട്ടും. ഒരു വഴി കൂടെ ആളുണ്ട് എടുക്കാനെന്നും പറഞ്ഞിട്ട് കറങ്ങി മുട്ടിയിട്ട് എന്തോന്ന് 500 രൂപ 1000 രൂപയുടെ സാധനമാണ്. എന്നിട്ട് 10-15 ലക്ഷം തട്ടിക്കും. ഇതാണ് പുള്ളിയുടെ കച്ചവടമെന്ന് പുള്ളി ഉദ്ദേശിക്കുന്ന സംഭവം. ഇയാളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് ഓരോ സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് ഇതേ കണക്ക് മുട്ടും. ഒരു വഴി കൂടെ ബയ്യർ ഉണ്ടെന്ന് പറഞ്ഞ് മുട്ടിയിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പ്രദീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ പരിപാടി. ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് പുള്ളി. ഈ വീഡിയോയിൽ തന്നെ 10 ലക്ഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ നടത്തി കാണാതിരിക്കാം. കാരണം ഇത് തന്നെ ഒരുപാട് വർഷങ്ങൾ, ഒരു 3-4 വർഷങ്ങൾ മുമ്പുള്ള കേസാണ്. അപ്പോഴത്തേക്ക് 3-4 ആയെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കാണും പുള്ളി. ഇത് ഈ വെച്ച കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയുടെ സ്വർണ്ണക്കല്ലാണ്. ഇത് വെച്ചിട്ടാണ് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയത്. പിന്നെ ഒരു 500 രൂപയുടെ ബാറ്ററി. പിന്നെ ഇതുപോലെ എനിക്ക് ഡയറക്റ്റ് അറിയാവുന്ന ആളാണ്. പിന്നെ എനിക്ക് വേറെ കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് വേണ്ടി കുട പിടിക്കാൻ ആരും നിൽക്കരുത്. കാരണം പുള്ളി ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു നിലയിലാവാനും എനിക്ക് ലക്ഷങ്ങളുടെ കടം വരാനും എല്ലാം കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിയാണ്. പോലീസ് പിടിക്കാൻ കാരണം പുള്ളിയാണ്. പിന്നെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാൻ കാരണം പുള്ളി തന്നെയാണ്. കാരണം എനിക്കിനി നഷ്ടപ്പെടാനായിട്ടൊന്നും ബാക്കിയില്ല. കാരണം ഈ ഒരു ഇതിൽ ഇറങ്ങി എല്ലാം നഷ്ടപ്പെട്ടു. ഇനി എന്തോ പൈസ കൊണ്ട് നേടാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കയ്യിൽ നിന്ന് വിട്ടുപോയി. സംഭവം വലിയ വിഷയങ്ങളിലോട്ട് കടന്നു. അത് കാരണമാണ് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി ആൾക്കാരും ഇറങ്ങരുതെന്ന് വെച്ചിട്ട് ഒരു രീതിക്കാണ് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി നിന്നത്. അല്ലാതെ നമുക്ക് ഇതുമായിട്ട് യാതൊരു ഇതുമില്ല. നമ്മളിതൊക്കെ വിട്ട കേസുകളാണ്. നമ്മൾ നടക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഒന്നും നടക്കത്തില്ല. ഇതെല്ലാം തട്ടിപ്പും വെട്ടിപ്പും ഉള്ള പരിപാടികളാണ്. പിന്നെ നമുക്കൊരു പേര് കിട്ടും, അത്ര തന്നെ. പേര് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പിറകെ നടന്ന ഒരുപാട് ആൾക്കാരെയൊക്കെ എനിക്കറിയാം. ഇതെല്ലാം പണി കിട്ടിയിട്ടുള്ളതേ ഉള്ളൂ. ആരും നന്നായത് ചരിത്രമൊന്നുമില്ല. കുറച്ച് നാളത്തേക്ക് ഇതുപോലെ എന്തെങ്കിലും ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാം. കുറേ കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലാവും കാര്യങ്ങൾ. പിന്നെ അവർ തന്നെ പണി കൊടുക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക്. അപ്പോഴത്തേക്ക് ഞാൻ ഈ പ്രദീപിനെ കുറിച്ച് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു സംഭവം. അപ്പോഴത്തേക്ക് എനിക്കറിയാവുന്ന ഈ പ്രദീപിനെയും വേറെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പുള്ളീനെയൊക്കെ ആയിരുന്നു എനിക്കറിയാം. അപ്പോഴത്തേക്ക് ബാംഗ്ലൂർ ഒരുത്തൻ എന്നെ വിളിച്ച് എന്താണ് ഓൺലൈൻ്റെ പരിപാടിയാണ്. അതൊക്കെ തട്ടിപ്പ് തന്നെയാണ്. നമുക്കറിയത്തില്ല. അന്ന് കയറി ചെന്ന് കൊടുത്തു. അന്ന് കയറി ചെന്ന് കൊടുത്തപ്പോഴത്തേക്ക് ഇവിടുന്നേ പറഞ്ഞ് 50,000 രൂപ അക്കൗണ്ടിൽ കിട്ടുക എങ്കിൽ നമ്മൾ സാധനം അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. ഇല്ലെങ്കിൽ നിങ്ങൾ വരാൻ പറഞ്ഞു. ബാംഗ്ലൂർ ലൊക്കേഷനാണ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പൈസ അയച്ചു തരത്തില്ല, വന്ന് നോക്കിയിട്ട് മതി. അപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് സംഭവം എന്തുവാണ്, അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോയി. ഇതെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരിങ്ങനെ അഡ്വാൻസ് നമ്മളെടുത്ത് ചോദിക്കും. അഡ്വാൻസ് ഇടുമ്പോൾ ആ പൈസയും കൊണ്ട് ഇവന്മാർ മുങ്ങും. ഇതാണ് ഇവരെ പരിപാടി. അപ്പോഴത്തേക്ക് ഈ പ്രദീപിനെ കൊണ്ടാണ് ഞാൻ പോയത്.
ഈ പ്രദീപിൻ്റെ 35,000 രൂപ പോയെന്നും പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്നപ്പോൾ ഭയങ്കര കരച്ചിൽ. കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. കാരണം ഇവന് നാട്ടിൽ വരാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് അത്രയും ഇതായപ്പോഴത്തേക്ക് ഞാനെന്തോ ചെയ്തു, എനിക്ക് ഈ ഗ്രൂപ്പിലൊക്കെ കണക്ഷനുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഗ്രൂപ്പിൽ നിന്നൊക്കെ ആൾക്കാർ ഒരുപാട് പേരെ വിളിച്ച് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തെള്ളിയുണ്ട് ഇത് കണക്ക്. തെള്ളിയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ആമ്പ്രെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളെ കയ്യിൽ തന്നത്. തെള്ളിയാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. ഇതിന് ഇങ്ങനെ ഇത്ര ലക്ഷം രൂപയാണെന്ന് പറഞ്ഞിട്ട്, ഇത് നിങ്ങളെ കയ്യിൽ ആളുണ്ടെങ്കിൽ നമുക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇതാക്കി. അങ്ങനെ നമ്മൾ നേരെ കോയമ്പത്തൂർ കയറി, ഞാനും പ്രദീപും കൂടെ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ സാധനം നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് പ്രദീപിൽ വാങ്ങാൻ ആളില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരെ വിളിച്ചപ്പോഴത്തേക്ക് ഇവരെല്ലാം ഒരു 2 കോടിയൊക്കെ ഇതിന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചത് എന്താണ്, ഇത് എടുക്കാൻ ആളുണ്ട് എന്നൊരു വിചാരം വരും. അവസാനം എന്തോ ഇത് ഈ ആൾക്കാരെയൊക്കെ വിളിച്ച് വരുത്തി, നാളെ നടക്കും മറ്റന്നാൾ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫണ്ടറെന്നും പറഞ്ഞ ഒരുത്തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തുവാണ്, അവിടെ ഈ പ്രദീപ് കയറി. പ്രദീപാണ്, അവന് നല്ല പ്രായമുണ്ടല്ലോ, അപ്പോഴത്തേക്ക് അവൻ കയറി വന്നു. എനിക്ക് 21 വയസ്സൊക്കെ ഉള്ളായിരുന്നു. നമ്മൾ ചെറിയ ചെറുക്കനായിരുന്നു. അതുകൊണ്ട് നമ്മളങ്ങനെ ആരും ഇതാവത്തില്ല. അപ്പോഴത്തേക്ക് പ്രദീപ് കയറി അകത്ത് കയറി സംസാരിച്ച് നാളെ നടക്കുമെന്ന് പറയും. എന്നിട്ട് രാത്രിയാകുമ്പോൾ ഇയാളുമായിട്ട് കയറി കള്ള് കുടിക്കും. എന്നിട്ട് പിറ്റേന്നാകുമ്പോഴും അത് തന്നെ, കള്ള് കുടി, നാളെ നടക്കുമെന്ന് പറയുമ്പോൾ ഫണ്ട് കണ്ട് ഫണ്ടറിൻ്റെ വീടാണ്. ലാസ്റ്റ് എനിക്കാണെങ്കിൽ സഹിയിട്ട് ഞാൻ അകത്ത് കയറി ചെന്ന് ചോദിച്ചപ്പോൾ അവൻ ഫണ്ടറൊന്നുമല്ല, അവൻ വേറെ ആൾക്കാരെ ഇതേ കണക്ക് വിളിച്ചു വരുത്തി കാണിക്കുന്നത്. പ്രദീപ് ഇതും കണ്ടുകൊണ്ട് നിൽക്കുന്നു. പ്രദീപ് കണ്ടുകൊണ്ട് നിൽക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പെണ്ണും പിള്ളേനെ കണ്ടുപോയി. കാരണം പെണ്ണും പിള്ളേനെ ലൈൻ അടിച്ച് അവിടെ കൂടാന്നുള്ള പ്ലാനായിരുന്നു പ്രദീപ്. അങ്ങനെ ഇവ എന്തോ ചെയ്തു, ഇവ ഒരു വിധത്തിൽ അവിടെ നിന്ന് മാറത്തില്ല. പിന്നെ ഇവ അയാൾ ഭയങ്കര കമ്പനിയായി. പിന്നെ എന്തോ ചെയ്തു, നമ്മളെ കയ്യിൽ പൈസയൊന്നുമില്ല. പുള്ളി പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്നോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കയറി നിന്നു. കയറി നിന്നപ്പോഴെന്തിനാണ്, ഇത് ഒരു വിധത്തിൽ കച്ചവടം നടക്കുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മളെ കൂടെ നിന്ന്, ഞാൻ വിളിച്ചു വരുത്തിയ ആൾക്കാരെ ചിലവിലാണ് നമ്മൾ കുറേ നാൾ നിന്നത്. അപ്പോഴത്തേക്ക് ഇവരും പറഞ്ഞ്, ഞാനും കൂടെ സംസാരിച്ചപ്പോഴത്തേക്ക് നമുക്കിത് വിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ 7 ലക്ഷം രൂപയ്ക്ക് നമുക്കിത് വിൽക്കാമെന്ന് പറഞ്ഞു. ഈ കൂടെ നിന്നവന്മാർ പൈസ ആയിട്ട് ആളിനെ കൊണ്ടുവന്നു. പ്രദീപ് കൊടുക്കത്തില്ല, കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. അവസാനം ഞാൻ പറഞ്ഞൊരു 15 ലക്ഷം രൂപയ്ക്ക് ആളിനെ കൊണ്ടുവരാം. 15 ലക്ഷം രൂപയും കാണിച്ചിട്ട് ആൾ വന്നു. ഇവൻ കൊടുക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ആ പെണ്ണും പിള്ളയായിട്ട് കയറി ജോയിൻ്റായി. ഒരു വിധത്തിൽ കൊടുക്കത്തില്ല. സംഭവം അന്ന് ഇങ്ങനെ കൊടുക്കാതിരുന്നത് തന്നെ നല്ല. ഇല്ലാതെങ്കിൽ അവരെ പൈസ പോയിട്ട് ഇപ്പോൾ ആൾക്കാർ വമ്പൻ വിഷയമായേനെ. കാരണം അന്നത് കൊടുക്കാതിരുന്നതാണ് സംഭവം നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. അതെങ്കിലും ഒഴിഞ്ഞ് കിട്ടുമെന്നൊരു ഇതുണ്ട്. ആ ബാധ്യതയും കൂടെ തലയിൽ കയറി. ഇവ ഒരു വിധത്തിൽ കൊടുക്കത്തില്ല. കാരണം ഒരുപാട് വിഷയങ്ങളായി. പിന്നെ ഈ പൈസ മുടക്കുമെന്ന് പറഞ്ഞവന്മാരെ നൈസിന് ഒഴിവാക്കി തുടങ്ങി. ഇവന്മാർ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു. ഇവന്മാർ 2-3 ദിവസം അവിടെ റോട്ടിലൊക്കെ നിന്ന് ഇവൻ പ്രദീപ് ഉടക്കൊക്കെ ആക്കി അവന്മാരെ പറഞ്ഞു വിട്ട് സംഭവം. അതേ കണക്ക് തന്നെ 2-3 എനിക്കാണെങ്കിൽ മൊത്തം ടൈറ്റ്. നമ്മൾ ഇത് പൈസ ഇല്ലാതെയൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ ഇറങ്ങിയത്. നമ്മൾ മൊത്തം കടത്തിലായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കടമായത്. അങ്ങനെ ഇതിലിറങ്ങി സംഭവം എന്തുവാണ്, പ്രദീപ് ഒരു വിധത്തിൽ കൊടുക്കത്തില്ല. അവസാനം ഞാനും പ്രദീപുമായിട്ട് വിഷയമായി. ഇത് കൊടുക്കണമല്ലോ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വാ, ഞാനിത് വിറ്റ് തരാമെന്ന് പറഞ്ഞു. ഇവ ഒരു വിധത്തിൽ വരത്തില്ല. കാരണം പെണ്ണും പിള്ള ഇവനുമായിട്ട് ലൈനായി. ഇവ പെണ്ണും പിള്ളയില്ല അനങ്ങത്തില്ല. പെണ്ണും പിള്ള പ്രദീപ് അവിടെ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവ അവിടെ ഇരിക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷനായി ഇവൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കേൾക്കത്തില്ല. പിന്നെ വരത്ത് പോലും ഇല്ല കൂടെ. ഇവ എന്തോ ചെയ്തു, ഇവ മുങ്ങിക്കളഞ്ഞു. ഈ സാധനം എടുത്ത് ഈ പെണ്ണും പിള്ളയോടെ മുങ്ങിക്കളഞ്ഞു. ഞാൻ രാത്രി എങ്ങനെയൊക്കെ ഞാൻ വീടെത്തി. സംഭവം പൈസ ഇല്ലാതെ നടന്നും പിടിച്ചുമൊക്കെ എങ്ങനെയൊക്കെ വീടെത്തി. വീടെത്തിയപ്പോഴത്തേക്കാണ് ഈ തെള്ളി തന്നവൻ്റെ ശല്യം. അവൻ കിടന്ന് എൻ്റെ ഫോട്ടോ ഗ്രൂപ്പിൽ ഇടും, അത് ഇടും ഇത് ഇടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശല്യമായിരുന്നു. നമുക്കറിയത്തില്ല ഇത് തെള്ളിയാണെന്നൊന്നും. ലാസ്റ്റ് എന്തോ ചെയ്തു, ഞാൻ പറഞ്ഞു എൻ്റെ പൈസയൊന്നുമില്ല, ഞാൻ മറിച്ചിട്ട് സംഭവം ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് അത് ഇവൻ തട്ടിക്കൊണ്ടുപോയി സാധനം ഇവ എടുത്തുകൊണ്ട് പോയി. അപ്പോഴത്തേക്ക് നിൻ്റെ കയ്യിലാണ് ഞാൻ തന്നത്, നിന്നെ വിശ്വസിച്ചാണ് തന്നതെന്ന് പറഞ്ഞ് ഇവ എന്നെ ഇട്ട്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച എന്താണ്, പ്രദീപ് വരുമ്പോൾ ഇവിടെ ഇട്ട് അവനെ പൊതിക്കാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു പ്രദീപ്. ഇവിടെ വരുമ്പോഴത്തേക്ക് അവനെ പൊക്കാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവനെന്തോ ഇവൻ അതും കൊണ്ട് പോയില്ലേ. കാരണം ഒരുപാട് ലക്ഷങ്ങൾ, 7 ലക്ഷവും പിന്നെ ഒരു 5 ലക്ഷം രൂപ ഈ അടുത്ത കാലത്താണ് ഞാൻ ഈ ഇത് ഞാൻ വിറ്റിട്ടുണ്ടായിരുന്നത്. സംഭവം ഇതിൻ്റെ പൈസകളൊക്കെ ചെറിയ പൈസയ്ക്കാണ് ഞാൻ കൊടുത്തത്. 60,000 40,000 രൂപയ്ക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തന്മാരെ കയ്യിൽ നമ്മൾ കൊടുക്കും. ഇത് കൊടുക്കുമ്പോൾ അവന്മാരെ കൈക്ക് നിന്ന് വിൽക്കാതാകുമ്പോഴത്തേക്ക് ഇവന്മാർ നമ്മളെ ഇട്ട് തിരിച്ചു കൊണ്ടുവരും. കാരണം നമുക്കറിയത്തില്ല ഇവന്മാർ മുട്ടി വിൽക്കുന്ന ഒരു പരിപാടിയാണെന്ന് നമുക്കറിയത്തില്ല. സംഭവം എന്താണ്, ഇത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ അടുത്ത ആളിനെ തപ്പി ഇത് വിറ്റിട്ട് അവൻ്റെ പൈസ കൊടുക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷയങ്ങളായി ഇതിന് മൊത്തം. കാരണം നമുക്ക് ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപയോഗത്തിൻ്റെ പിറകെ പോയിട്ട് ഉണ്ടായിട്ടില്ല. എല്ലാം ഇതിൽ നഷ്ടങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. കാരണം നഷ്ടപ്പെടാൻ ഇനി ഒന്നും ബാക്കിയില്ല. എല്ലാം ഈ പ്രദീപ് എന്ന് പറയുന്ന ഈ വ്യക്തിനെ മൊത്തമാണ്. ഇവൻ ആ പെണ്ണും പിള്ളയായിട്ട് ജോയിൻ്റ് ആയിട്ട് ഇത്രയും കാണിച്ചു കൂട്ടി ഇത്രയും വിഷയങ്ങളായ കാരണമാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ മൊത്തം വരാനുള്ള കാരണം. അല്ല വേറൊന്നും അല്ല സംഭവം. പിന്നെ ഇവൻ പോലീസിനെ ഒറ്റിക്കൊടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ തെള്ള് ഇവിടെയാണ് നമ്മുടെ നാട്ടിലാണ് കൊണ്ടുവന്ന് കൊടുത്തത്. കാരണം
ആദ്യമേ ഒരു പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു 60,000 ഞാൻ മറിച്ച്. ഒരാഴ്ചയ്ക്കകം പൈസ തരാമെന്നും പറഞ്ഞിട്ട് ഈ സാധനം ഇവന് മേടിക്കണമല്ലോ. ഞാനിത് വിൽക്കാൻ നോക്കിയിട്ട് ആരും ഇത് വാങ്ങിക്കാനില്ല. അവസാനം എന്തോ ചെയ്തു, ഒരുത്തൻ 60,000 തന്നെ മേടിച്ചു. അത് പിന്നെ കൊടുത്ത്. അങ്ങനെ എന്തോ ഇത് ഇവൻ തിരിച്ച് തരുമ്പോഴത്തേക്ക് വേറെ ആളിന് വിൽക്കും. അങ്ങനെയായി നമ്മളെ ഇത്. കാരണം ആകെ വിഷയങ്ങളായി. ഇവനെന്തോ നഷ്ടപ്പെടാൻ, പ്രദീപിനെന്തോ നഷ്ടം, ഒരു നഷ്ടവും ഇല്ലായിരുന്നു അവന്. ഇവനിങ്ങനെ നമ്മളെ വെച്ച് കളിച്ച് പൈസ ഇതാക്കി നമ്മളെ പൊട്ടനാക്കിക്കൊണ്ട് ഇവൻ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇവനാണ് ഇവിടെ ബയ്യറുണ്ടെന്ന് പറഞ്ഞ് എല്ലാത്തിനും മുട്ടി വെച്ചിരിക്കുന്നത്. പാമ്പെങ്കിൽ പാമ്പ്, മൂങ്ങയെങ്കിൽ മൂങ്ങ, ആമയെങ്കിൽ ആമ, എല്ലാത്തിനും ഇവൻ ബയ്യറുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഈ ലൊക്കേഷനിൽ മൊത്തവും ഇവൻ മുട്ടി വെച്ചിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ ഊച്ചാളി ടീമുകൾ കുറേ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവന്മാരെ കയ്യിൽ ബയ്യറുണ്ടെന്ന് ഇവനറിയാം. അങ്ങനെ ഇവൻ ആൾക്കാരെ മൊത്തം മുട്ടി വെക്കും. ഇവൻ്റെ പേര് വെളിയിൽ വരത്തില്ല. കാരണം ഇവൻ ബയ്യർ സൈഡിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇവനാരും മുട്ടിക്കാൻ നോക്കത്തില്ല ഡയറക്റ്റ്. ഇവൻ വെറും ഊച്ചാളിയാണെന്ന് എനിക്കറിയാം സംഭവം. ഇവനാരും വെളിയിൽ വിടത്തില്ല. സംഭവം ഇവൻ ചെയ്ത ഒറ്റിക്കൊടുത്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ കൊണ്ടുവന്ന് തെള്ളി കൊടുത്തെന്ന് ഇവൻ അറിഞ്ഞു. കാരണം ഇവനെ മെസ്സേജുകൾ ചെല്ലും, അവിടെ ആൾക്കാർ വിളിക്കും ഇവനെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തെള്ളി കൊടുത്തെന്ന്. അപ്പോഴത്തേക്ക് എന്തോ ഇത് ഇവന് സംഭവം എന്തുവാണ്, ഇവ ഒറ്റി തന്നെ. ഒറ്റിയെ വേറൊന്നിനുമല്ല, ഈ സാധനം ഞാൻ കൊടുത്ത അന്നീ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ തെള്ളിയും കൊണ്ട് ഇവൻ്റെ ആ പെണ്ണും പിള്ള ഇവനെ കളഞ്ഞിട്ട് പോയി. ഇവനെ പറ്റിച്ച്. കാരണം പെണ്ണും പിള്ള ഇവനെ പറ്റിച്ച്. ഇനി ഇവന് ഒറ്റി ഞാൻ അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവന് വിഷയം കളിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഞാൻ പൊട്ടിക്കും ഇവനെ. കാരണം അമ്മാതിരി പണിയും ലക്ഷങ്ങളുടെ നഷ്ടവും ഒരു പേരും കിട്ടി. കാരണം ഇവിടെ മൊത്തം എനിക്ക് കടം വരുന്നു, നല്ല കടം വരുന്നു. കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ കടം വന്നു. ഇത് മൊത്തം തെള്ളിയാണെന്നൊക്കെ അറിഞ്ഞ് നമ്മളിതിനൊന്നും നിൽക്കൂലായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളായി ഒരുപാട്. ഇതൊക്കെ ലോക്ക്ഡൗൺ ടൈമിലെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് എന്തോ ഇവൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് ഇവൻ തന്നെ വന്ന് നിന്നിട്ട് ഇവൻ പറഞ്ഞ് നീ വാ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കാരണം എൻ്റെ കയ്യിൽ ഇരുന്ന പൈസയൊക്കെ പോയി. ഒരുപാട് പോലീസ് അവിടെ സ്റ്റേഷനിലൊക്കെ സ്റ്റേഷനിലല്ല, അവിടെ പൈസ കെട്ടി വെക്കേണ്ടിയൊക്കെ വന്നു ഒരുപാട്. അങ്ങനെ ഒരുപാട് പൈസകൾ പോയി. എനിക്ക് മൊത്തം പ്രശ്നമായി. പിന്നെ എന്തൊരു ചെയ്യുന്ന, ഇവിടെ മൊത്തം ഈ തെള്ളിയുടെ പേരിൽ കടങ്ങൾ. പിന്നെ വേറെ നിവർത്തിയില്ല സംഭവം. അങ്ങനെ എന്തോ അങ്ങനെയാണ് ഇവനുമായിട്ട് ഞാൻ കൂടിയത്. സംഭവം എനിക്കറിയത്തില്ലായിരുന്നു ഇവനാണ് നമ്മളെ ഒറ്റിയതെന്നും ഇവനാണ് ഇത് മൊത്തം കളിച്ചതെന്നും ഒന്നും അറിയത്തില്ലായിരുന്നു സംഭവം. നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പെട്ടെന്ന് പറ്റത്തില്ല. കുറേ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ലോഡ്ജിലൊക്കെ നിന്നവനാണ്, അവിടെയൊക്കെ ജോലിക്കൊക്കെ നിന്നിട്ടുള്ളവനാണ്. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാലോ. അവിടെ ഈ ഇത് കണക്ക് വരുന്ന ഒറ്റലും പിടിക്കലും ഒക്കെയാണ് അവിടെ കൂടുതലും. അങ്ങനെ ഇത് കണക്കുള്ള തട്ടിപ്പ് കേസുകളിലൊക്കെ നിന്നിട്ടുണ്ടായിരിക്കും മുമ്പേ. കാരണം ഇവന് കർണാടക കണക്ഷനാണ്. പിന്നെ മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ യൂട്യൂബിൻ്റെ അടിയിലൊക്കെ കമൻ്റ് ഇടും. അപ്പോഴത്തേക്കും നമ്മളാരായാലും നമ്മുടെ അടുത്ത് കിടന്ന് അന്വേഷിക്കും. അപ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് ആ നമ്പറിൽ വിളിക്കുമ്പോൾ ഇവന്മാർ ആൾക്കാരായിരിക്കും. ഇവന്മാർ ബയ്യറെന്നും പറഞ്ഞ് കയറും. അവിടെ ചെല്ലുമ്പോഴേ അടി കൊടുക്കും. അങ്ങനെ പൈസയൊക്കെ വരും. അങ്ങനെ ഒരുപാട് പണികളുണ്ട് ഇവൻ്റെ കയ്യിൽ. കർണാടക അതുപോലെ തന്നെ ഇവിടെ. കാരണം വലിയ തട്ടിപ്പ് ഇത് തന്നെയാണ്. കാരണം എനിക്കറിയാം, എൻ്റെ കൂടെ നടന്നതല്ലേ, എനിക്കറിയാം അവർ. ഞാനിപ്പോഴും വിളിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഒരാഴ്ച 2-3 ദിവസം ആവത്തുള്ളൂ. ഞാനിപ്പോഴും ഇവനെ കാര്യമായിട്ടാണ് വിളിച്ചത്. എനിക്ക് വേണമെങ്കിൽ ഇവനെ പിടിച്ചുകൊണ്ട് ഇവനെ എന്തൊരു വേണമെങ്കിലും ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇവനെ ഒന്നും വെച്ചിരിക്കത്തില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നത്തിന് വയ്യ. അതുകൊണ്ടാണ് നമ്മൾ ഒന്നിനും പോവാഞ്ഞത്. കാരണം സഹി കെട്ടുപോയി കാരണം അത്രയും ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തൊരു പറയാൻ, നമുക്ക് നഷ്ടങ്ങൾ നമുക്ക് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ഒരു നഷ്ടം ഇതിൽ വന്നിട്ടില്ല. എനിക്ക് തന്നെയാണ് എല്ലാം. ഇനി നഷ്ടപ്പെടാൻ ഇനി ഒന്നും ബാക്കിയില്ല ഇനി. അത് കാരണമാണ് ഞാൻ പിന്നെ വീഡിയോ ഇട്ട് ഇവന്മാരെയൊക്കെ ഒന്ന് വെളിയിൽ അറിയണം, ആൾക്കാർ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാലേ ഒഴിയത്തുള്ളൂ. നമുക്ക് ഇതിനൊന്നും വയ്യ. എനിക്ക് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇറക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ഈസി ആയിട്ട് ഇതിനൊക്കെ ആൾക്കാരെ പറ്റിക്കാവുന്ന കേസേ ഉള്ളൂ. നമുക്ക് അതിനൊന്നും വയ്യ. എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പൈസ മുടക്കുന്നത്. അത് ഈ പ്രദീപിന് നല്ലപോലെ അറിയാം. നമ്മളാരെയും വിളിച്ചുകൊണ്ട് ഇങ്ങനെ എവിടെയും കൊണ്ടുപോയി കണക്ക് ഇതാക്കിയിട്ടൊന്നുമില്ല. നമുക്ക് അതിൻ്റെ ആവശ്യവുമില്ല. പിന്നെ ഇവിടെ നിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം കാരണമാണ് ഞാൻ ഇത്രയും പ്രശ്നത്തിൽ പെടാനും ഇത്രയും ഇതാവാനും കാരണം. എനിക്ക് പണി കിട്ടാൻ മൊത്തം കാരണം ഇത് തന്നെയാണ്. നമുക്ക് പിന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. നമ്മൾ പിന്നെ വീഡിയോ ഇട്ട് ആൾക്കാരെ എല്ലാം അറിയിപ്പിച്ചു, അത്ര തന്നെ. നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പിറകെ നിൽക്കേണ്ട, ഇത് കണക്കുള്ള ഊച്ചാളി പരിപാടിക്ക് നിൽക്കേണ്ട ഒരു കാര്യം നമുക്കതുകൊണ്ടൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. ഇനി പ്രദീപിൻ്റെത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. കാരണം അങ്ങനെ അങ്ങനെ നല്ലവൻ കളിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി കുട പിടിക്കാൻ ആരും നിൽക്കരുത്. ഇവൻ വലിയ തട്ടിപ്പുകാരനാണ്. ഇവനെയൊക്കെ മൊത്തം ആരൊക്കെ മരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ദൈവത്തിനറിയാം. കാരണം ഈസി ആയിട്ടാണ് ഇതിൽ പൈസ കിട്ടുന്നത്. ഇപ്പോൾ ഓരോ സാധനങ്ങൾ ഇറക്കി വിൽക്കും, ആൾക്കാരെ മുട്ടും, ലക്ഷങ്ങളാണ് വരുന്നത്. അന്ന് തന്നെ ഒരാഴ്ചയിലാണ് ഈ പൈസ കിട്ടിയത്. ഈ 10 ലക്ഷം ഒരാഴ്ച എത്രയാണ്ട് കിട്ടി. ഇതിൽ കൊല്ലത്തുള്ളവരാണ്. പിന്നെ സ്നേഹമതിലിൻ്റെ പണിക്ക് പോകണ ഒരുത്തുണ്ടെന്ന്, കണ്ണനെന്നൊക്കെയാണ്. എനിക്ക് ഇവൻ്റെ പേരൊന്നും അറിയത്തില്ല. സംഭവം ഇവന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞ പേരുകളാണ്.
35,000 പോയെന്ന് പറയുന്നത് അത് എൻ്റെ പൈസയാണ് പോയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൻ്റെ അടിയിൽ കമൻറ്റ് ഇടുമെന്ന് ഈ പ്രദീപിന് അറിയായിരുന്നു. ഇവനെ അറിയാവുന്ന ആൾക്കാരെ വെച്ചിട്ട് വയനാടുള്ള ഒരുത്തനെ വെച്ചിട്ട് ഇതേ കണക്ക് കയറിനെന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇവന്മാർ ഒരുപാട് പൈസകൾ തട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 35,000 രൂപയാണ് ഇവൻ പറ്റിച്ചുകൊണ്ട് പോയത് പ്രദീപിൻ്റെ കയ്യിൽ നിന്ന്. അല്ലാതെ ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസയും പോയിട്ടില്ല. ഈ പ്രദീപിൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസയും പോയിട്ടില്ല. നിങ്ങൾക്ക് ഈ വോയിസ് കേൾക്കുമ്പം തന്നെ മനസ്സിലാവും. അല്ല വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. എൻ്റെ പൈസയാണ് ഈ 35,000 രൂപ ഇവന്മാർ യൂട്യൂബിൽ നമുക്കറിയത്തില്ലെന്ന് ഒരുപാട് കടങ്ങൾ കയറി വീട്ടിലും കടമായി ഒരുപാട് വിഷയങ്ങളായി ഞാൻ പൈസ വീട്ടിൽ നിന്നൊക്കെ അറിയാതെയൊക്കെ ഈ പൈസയൊക്കെ എടുത്ത് ഇവന്മാർക്ക് കൊടുത്തത്. അങ്ങനെയാണ് ഞാൻ ഇതിൽ ഇറങ്ങാനുള്ള കാര്യം തന്നെ.